നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോവാം. നേരത്തെ ഡോക്ടർ വിശദീകരിച്ചതാണെങ്കിൽ കൂടിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം നമുക്കൊക്കെ സംശയമുണ്ടായിരിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ. ഈ കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. സാധാരണ ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഈ വൈറസിന് സഞ്ചരിക്കാനാവുക. അതുകൊണ്ട് തന്നെ ഈ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എങ്കിലും ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിധിവരെ മരണം തടയാനും നമ്മൾ എടുക്കുന്ന ഈ മുൻകരുതലുകൾ കാരണമാവുമെന്നാണ് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു പേപ്പട്ടി കടിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഓടിച്ചെന്ന് കുത്തിവെപ്പെടുക്കുക എന്നുള്ളതല്ല ആദ്യം ചെയ്യേണ്ട കാര്യം. അതായത് പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു സംഭവത്തിൽ. കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം സോപ്പ്, വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. സോപ്പിനൊക്കെ വലിയ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് എത്രത്തോളം നമ്മൾ വൃത്തിയാക്കുന്നുവോ അത്രത്തോളം ഗുണമുണ്ടാവും. ഈ മുറിവിലുള്ള വൈറസ് ഒഴിവാക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് പറയുന്നത്. ഇതോടെ ഈ പേവിഷബാധയ്ക്കുള്ള സാധ്യത കുറയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾക്ക് മുറിവ് കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം കുറവാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് ഈ കടിയേറ്റിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കഴുകണം. എവിടെയാണ് കടിയേറ്റതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല മുറിവിൻ്റെ ആഴവും പ്രധാനപ്പെട്ടതാണ്. ചെറിയ പോറൽ പോലെയല്ല ആഴത്തിലുള്ള മുറിവ്. തുടർച്ചയായി ഉമിനീരുമായി സമ്പർക്കമുണ്ടായാലും അപകടമാണെന്നാണ് പറയുന്നത്. ഈ മുഖം, കൈ, കഴുത്ത്, ഞരമ്പ് എന്നിവിടങ്ങളിൽ കടിയേറ്റാൽ അത് അണുബാധയുണ്ടാക്കും. എന്തായാലും ഈ മുറിവ് കഴുകിയ ശേഷം വേഗം പോയി ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണുന്നതിൽ ഒട്ടും വൈകരുത്. സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. പലപ്പോഴും നമ്മൾ ഈ വാക്സിനെ സംശയിച്ചതുകൊണ്ടോ അശാസ്ത്രീയമായ എന്തെങ്കിലും ചികിത്സാ രീതികൾ എടുത്തതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഫലപ്രദമായ പോംവഴി എന്ന് പറയുന്നത് വാക്സിൻ തന്നെയാണ്. അതുകൊണ്ട് സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ മുൻകരുതൽ. കുത്തിവയ്പ് എടുക്കണം. പറ്റുമെങ്കിൽ ആ നായയെ നിരീക്ഷിക്കണം എന്നുള്ളതാണ്. കൂട്ടിലടയ്ക്കണം. പിടികൂടി കൂട്ടിലടച്ച് നിരീക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ പോംവഴി തന്നെയാണ്. ഈ പേപ്പട്ടിയാണെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്നാണ് പറയുന്നത്. മുറിവിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേണം വാക്സിൻ എടുക്കാൻ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള വഴി എന്ന് പറയുന്നത് വാക്സിൻ തന്നെയാണ്. അത് പ്രശ്നമാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യവും നമുക്ക് മുന്നിലില്ല. അപ്പോൾ അശാസ്ത്രീയമായ രീതികളിലേക്ക് പോവാതെ ശാസ്ത്രീയമായി നിലവിൽ നമുക്ക് മുന്നിലുള്ള വഴികൾ തന്നെ തേടുക എന്നുള്ളതാണ്